നമസ്കാരം, ഇടുക്കി ലൈവിലേക്ക് സ്വാഗതം. കേരള കോൺഗ്രസ് കട്ടപ്പന മുനിസിപ്പൽ പാർലമെന്ററി പാർട്ടി നേതാവും കേരള കോൺഗ്രസ് എം കട്ടപ്പന മണ്ഡലം പ്രസിഡന്റുമായ ഷാജി കൂത്തോടി നമുക്കൊപ്പം ചേരുകയാണ്. സ്വാഗതം. ആദ്യം തന്നെ കട്ടപ്പന നഗരസഭ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നു. UDF അധികാരത്തിലേക്ക് എത്തി. എനിക്ക് തോന്നുന്നു LDF ഒരു തിരിച്ചുവരവിനുള്ള ഒരു സമയമായിരുന്നു ഈ കഴിഞ്ഞു പോയ സമയമെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഏതാണ്ട് 13 സീറ്റിലേക്ക് 9 സീറ്റിൽ നിന്നും നിലമെച്ചപ്പെടുത്താൻ കഴിഞ്ഞുവെങ്കിലും 14 സീറ്റിലേക്ക് ഒതുങ്ങേണ്ടതായിട്ട് വന്നു. ആദ്യം തന്നെ ഈ LDFന്റെ ഒരു പ്രകടനത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? LDF ഈ തെരഞ്ഞെടുപ്പിൽ ഒരു മികച്ച പ്രകടനം കാഴ്ചവെച്ചു. മാക്സിമം നേതാക്കന്മാരൊക്കെ മത്സരിക്കാൻ നിന്നത് തന്നെ, അതായത് മനോജ് സാർ മത്സരിച്ചു, VR സജി മത്സരിച്ചു. അങ്ങനെ LDF ഒന്നടങ്കം മുനിസിപ്പൽ ഭരണം പിടിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിൽ തന്നെയാണ് തെരഞ്ഞെടുപ്പ് രംഗത്ത് വന്നത്. പക്ഷേ എന്തോ സാഹചര്യവശാൽ ചില സീറ്റുകൾ അപ്രതീക്ഷിതമായി ഒരു 3-4 സീറ്റുകൾ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ നഷ്ടപ്പെട്ടു. എന്നാൽ മികച്ച പ്രകടനം, അതായത് UDF ചെയർമാനെതിരെ മനോജ് സാർ മത്സരിച്ചിട്ട് ഒരു UDF സംവരണ വാർഡിൽ കഴിഞ്ഞ പ്രാവശ്യം സോണിയ JB 200 പര വോട്ടിന് കണ്ട് ജയിച്ച വാർഡാണ്. ആ വാർഡിൽ 50 വോട്ടിൽ താഴേക്ക് എത്തിക്കാൻ സാധിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UDF ചെയർമാനാണ്. പുള്ളിയുടെ സ്വന്തം വാർഡിൽ ഒരു പ്രാദേശിക നേതാവിനോട് ഏറ്റുമുട്ടി 50-ൽ താഴെ വോട്ടിനാണ് ജയിക്കാൻ സാധിച്ചത്. അപ്പം LDF നല്ല ഒരു മുന്നേറ്റം കാഴ്ചവെച്ചു. അപ്പം നമ്മുടെ പല വാർഡുകളിലും തോറ്റത് നിസ്സാര 2 അക്കത്തിൽ താഴെ നിൽക്കുന്ന വോട്ടുകൾക്കാണ് പല വാർഡുകൾ പരാജയപ്പെട്ടത്. ഇനിയിപ്പം താങ്കൾ കേരള കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് കൂടിയാണ്. കഴിഞ്ഞ തവണ മത്സരിച്ചത് 13 സീറ്റിലാണ്. 13 സീറ്റിൽ കേരള കോൺഗ്രസ് എം മത്സരിക്കുകയും 2 പേരാണ് വിജയിച്ചത്. അതിൽ ഒന്ന് താങ്കളായിരുന്നു, മറ്റൊന്ന് നിഷ എന്ന് പറയുന്ന. 13 സീറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു സീറ്റിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് ചിഹ്നം കൊടുത്തു. അങ്ങനെയാണ് 12 സീറ്റായിരുന്നു നമുക്ക് കഴിഞ്ഞ തവണ. ഇത്തവണയും 12 സീറ്റ് ഇത്തവണ 12 സീറ്റ് മത്സരിച്ചു. 4 സീറ്റിലാണ് വിജയിക്കാൻ. അതായത് ഇരട്ടി, കഴിഞ്ഞ തവണത്തെ സംബന്ധിച്ച് ഇരട്ടി. ഓക്കെ, ഞാൻ ഇനി എന്റെ ചോദ്യം ഈ കേരള കോൺഗ്രസിന്റെ ഒരു പ്രസക്തിയെ കുറിച്ചാണ്. കേരള കോൺഗ്രസിന്റെ കട്ടപ്പന നഗരസഭയിലെ ഒരു പ്രസക്തിയെ കുറിച്ച്. അല്ല, ഞാനത് പറയുമ്പോഴേ ഇന്ന് ആ ചോദ്യം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം കട്ടപ്പനയുടെ പിതാവ് എന്ന് നമുക്ക് അഭിമാനത്തോടെ പറയാൻ തരുന്ന VT സബാസിന്റെ ചരമദിനമായിരുന്നു. ഞങ്ങൾ ഇന്ന് ആ പരിപാടിയെല്ലാം കഴിഞ്ഞാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വരുന്നത്. കട്ടപ്പനയിൽ എന്ത് വികസനം ഉണ്ടായിട്ടുണ്ടെങ്കിലും അതെല്ലാം VT സബാസിനും തോമസ് ജോസഫ് സാറും കൊളക്കാട്ടുവരെ അപ്പഞ്ചാണ്ടം കൊണ്ടുവന്നതാണ്. അല്ലാതെ ഒരു സെന്റ് ഭൂമി ആരെങ്കിലും പൊതു ആവശ്യത്തിനായി മേടിച്ചായിട്ട് എൻ്റെ ഓർമ്മയിലില്ല. അതിനൊരു അപവാദം പറയാനുള്ള PC മാത്യു പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന സമയത്ത് പുതിയ ബസ് സ്റ്റാൻഡിനും നമ്മുടെ സിവിൽ സ്റ്റേഷൻ ഇരിക്കുന്ന സ്ഥലത്തിനും സ്ഥലം കണ്ടെത്തിയെന്നുള്ളത്. ബാക്കി ഒരാളും ഒരു സെന്റ് ഭൂമി പോലും കട്ടപ്പന നഗരസഭയ്ക്കോ കട്ടപ്പന ഗ്രാമപഞ്ചായത്തിനോ വേണ്ടി മേടിച്ചിട്ടില്ല. നമുക്കൊക്കെ സ്വപ്നം കാണാൻ കഴിയുമോ 23 ഏക്കർ സ്ഥലം കട്ടപ്പന ഒരു കോളേജിന് മേടിച്ചിടുക എന്ന് പറഞ്ഞാൽ? അതൊക്കെയാ സ്വപ്നം. ഒരു ദീർഘവീക്ഷണത്തോടെയുള്ള ഒരു കാലഘട്ടം നമ്മുടെയൊക്കെ ഇന്നത്തെ കാലത്ത് നടക്കുമോ? 23 ഏക്കർ സ്ഥലം മേടിക്കാന്ന് പറഞ്ഞാൽ, കട്ടപ്പന മേടിക്കാന്ന് പറഞ്ഞാൽ സ്വപ്നം കാണാൻ പറ്റുമോ? അത്രയും ആവശ്യം, ഇപ്പൊ ആ സ്ഥലം മുഴുവൻ കെട്ടിടങ്ങളായി പോയില്ലേ? അത്രയും ആവശ്യം വരുമെന്ന് അന്ന് മനസ്സിൽ കണ്ട ഒരാളാണ് VT സബാസ്റ്റ്യൻ. ഇപ്പൊ നമ്മുടെ മുനിസിപ്പാലിറ്റി ഇരിക്കുന്ന സ്ഥലം, ആ സ്ഥലം പാപ്പഞ്ചാണ്ടം മേടിച്ചതാണ്. പുതിയ ബസ് സ്റ്റാൻഡ്, പഴയ ബസ് സ്റ്റാൻഡ്, മാർക്കറ്റ്, ഇപ്പൊ ഇരിക്കുന്ന നമ്മുടെ പഴയ പഞ്ചായത്തിന്റെ കെട്ടിടം, വില്ലേജ് ഓഫീസ്, പോലീസ് സ്റ്റേഷൻ, 20 ഏക്കർ ആശുപത്രി, ഗവൺമെന്റ് ITI. കട്ടപ്പനയുടെ വികസനം അല്ല, കട്ടപ്പനയിൽ എന്തെങ്കിലും വികസനം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് കേരള കോൺഗ്രസ് പാർട്ടിക്ക് മാത്രമേ അവകാശപ്പെടാൻ പറ്റുള്ളൂ. വേറെ ഒരു രാഷ്ട്രീയ കക്ഷിക്ക് അതിനകത്ത് ചില സഹായങ്ങൾ കാലങ്ങളായി വന്നവർ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ഇതിനൊക്കെ ഒരു ബേസ് അല്ലെങ്കിൽ ഇത്രയും വലിയ സംവിധാനം ഉണ്ടാക്കിയിട്ടത് ഞാൻ പറയട്ടെ, നമ്മൾ കഴിഞ്ഞ ഒരു 10-20 കൊല്ലമായിട്ട് കേൾക്കുന്നതാണ്. അവിടെ സ്റ്റേഡിയം വേണം, താലൂക്ക് ആശുപത്രിക്ക് ഞാൻ അതിലേക്ക് വരുന്നുണ്ട്, കെട്ടിടം നടക്കുന്നുണ്ടോ? സ്ഥലത്തിന്റെ ലഭ്യത കുറവാണത്. അന്ന് അത് മേടിച്ചിട്ടത് ഒരു ദീർഘവീക്ഷണമുള്ള ഒരു ഭരണാധികാരി ആയിരുന്നു പാപ്പൻചേട്ടൻ. അതുകൊണ്ട് മാത്രം VT സബാസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ കട്ടപ്പനക്കാരൻ, ഞാൻ പറയുന്നത് പുള്ളിയെ പൂവിട്ട് പൂജിക്കണം. കാരണം ഞങ്ങൾക്കൊന്നും പുള്ളിയുടെ നിഴലാകാൻ പോലും നിലവിലിരിക്കുന്ന ഒരു ഭരണാധികാരിക്കും, റോഷിയേഴ്സിന് ഉൾപ്പെടെ, ജോയ് സാർ ഉൾപ്പെടെ ആർക്കും പുള്ളിയുടെ നിഴലാകാൻ പോലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത്രയും ദീർഘവീക്ഷണത്തോടെ ആൾക്കാർ ചെയ്യുമ്പോഴേ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ, കട്ടപ്പനയ്ക്ക് ഗവൺമെന്റ് കോളേജിൽ ഒരു 23 ഏക്കർ സ്ഥലം ഇന്നത്തെ കാലത്ത് ഉണ്ടാക്കാൻ പറ്റും? ചിന്തിക്കാൻ പറ്റത്തില്ല. ഞാൻ പറയാലോ, കട്ടപ്പനയിൽ ലോ കോളേജ് ഇടുക്കിക്ക് അനുവദിച്ചു, ഗവൺമെന്റിന്റെ ഒരു ലോ കോളേജ്, നമ്മുടെ മന്ത്രിയുടെ ഇടപെടലുണ്ട്. അതിനൊരു സ്ഥലം ഉണ്ടാക്കി കൊടുക്കാൻ 1.5 വർഷമായിട്ട് കട്ടപ്പന നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടില്ല. എവിടെ തുടങ്ങണം, ഇന്നിടത്ത് തുടങ്ങാം എന്ന് പറയാൻ UDF ഭരിക്കുന്ന ഈ നഗരസഭയ്ക്ക് ഇന്ന് വരെ കഴിഞ്ഞിട്ടില്ല.
അവരാവശ്യപ്പെട്ടിട്ടില്ല വേണമെന്ന്. മനസ്സിലായോ? സാറിന്റെ രീതിയിൽ ഞാൻ ഓർക്കുന്നുണ്ട്, നമ്മുടെ EM ബേബി കോട്ടയങ്കട ബേബിച്ചായന്റെ ബാങ്കിൽ VT സബാസിന്റെ എഗ്രിമെന്റ് കൊണ്ടുവച്ചിട്ടാണ് വീടിന്റെ പട്ടയം, 5 ഏക്കർ സ്ഥലത്തിന്റെ പട്ടയം കൊണ്ടുവച്ചിട്ടാണ് ഗവൺമെന്റ് കോളേജിന് സ്ഥലം മേടിക്കുന്നത്. നാടിനോട് അത്രമാത്രം ഒരു അല്ല, നമ്മളാരും ചെയ്യുമോ? ഏതെങ്കിലും ഒരു പൊതുപ്രവർത്തനം ചെയ്യും? ഇന്നത്തെ കാലത്ത് ചെയ്യത്തില്ല. അത് എന്ന് വെച്ചാൽ ഞാനത് ചെന്ന് എന്നോട് പറഞ്ഞത് കറുകയിൽ രാമൻ നായർ എന്ന് പറയും, മീശ പിള്ളാച്ചൻ എന്ന് വിളിക്കുന്നത്, കേരള കോൺഗ്രസ്സുകാരനായിരുന്നു. പുള്ളി ഇപ്പോഴും കേരള കോൺഗ്രസ്സുകാരനാണ്. പുള്ളിയുടെ അടുത്ത് ഞങ്ങൾ ചെന്നപ്പോൾ പറഞ്ഞു, നിനക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ അന്ന് ഞങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. കട്ടപ്പനയ്ക്ക് വേണ്ടി കട്ടപ്പന മർച്ചന്റ് അസോസിയേഷൻ പൊതുപ്പിരിവ് നടത്തിയാണ് അന്ന് ഇതിന് പൈസ കൊടുക്കുന്നത്. അപ്പം ഇന്ന് മർച്ചന്റ് അസോസിയേഷനെ അങ്ങനെ ബന്ധപ്പെടുത്തുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും അവരൊക്കെ, ഞാൻ പറയുന്നത് അങ്ങനെയുള്ള പൊതുസംഘടനകളെ അതിനകത്ത് ഇൻവോൾവ് ചെയ്യിപ്പിച്ചാൽ മാത്രമേ. ഇപ്പൊ ലോ കോളേജിന് ഒരു സ്ഥലം കണ്ടെത്തണം, കട്ടപ്പനയിലെ സാമൂഹിക സംഘടനകളെ എല്ലാം വിളിച്ച് ചേർത്താൽ എവിടെയെങ്കിലും 2 കെട്ടിടം കിട്ടൂലേ? അതിനൊന്നും ഒരു ശ്രമം നടക്കുന്നില്ല. അന്ന് പഞ്ചായത്ത് ഭരിക്കുന്നത് കേരള കോൺഗ്രസ്സുകാരാണ്. അവരന്നേരം എല്ലാവരും വിളിച്ചു കൂട്ടും, സമൂഹത്തിലെ മുഴുവൻ ആളുകളെ, അതായത് പള്ളി വികാരിമാര്, SNDPയുടെ പ്രസിഡന്റുമാര്, അങ്ങനെയുള്ള സമൂഹത്തിലെ മുഴുവൻ ആളുകളെ വിളിച്ചു വരുത്തി എല്ലാവരുമായിട്ട് ആലോചിച്ച് കാര്യങ്ങൾ നല്ല വൃത്തിയായിട്ട് ചെയ്യും. അപ്പൊ ഏതായാലും എന്റെ ചോദ്യം ഇതായിരുന്നു, കേരള കോൺഗ്രസിന്റെ പ്രസക്തിയെ കുറിച്ചാണ് പറഞ്ഞത്. താങ്കൾ തെളിവ് സഹിതം കേരള കോൺഗ്രസ് നമ്മുടെ കട്ടപ്പനയുടെ വികസനത്തിന് വിത്ത് പാകിയതടക്കം എന്തൊക്കെയാണ് വികസനത്തിന് വിത്ത് പാകി വളർപ്പിച്ചു, ആദായം പലരും എടുക്കുന്നു, ആദായം പലരും എടുത്തുകൊണ്ട് പോവുകയാണ്. ഓക്കെ, അതിനെ കുറിച്ച് കൃത്യമായി പറയുകയും ചെയ്തു. ഇപ്പം കേരള കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് കൂടിയാണ് താങ്കൾ. കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ആയിട്ടുള്ള സിജു ചക്കുമൂട്ടിൽ, അവരുടെ UDF-നുള്ളിൽ തന്നെ ജോസഫ് വിഭാഗം ഒന്നിനും കൊള്ളാത്തവരാണ്, അവരെ കൊണ്ട് ആൾബലവുമില്ല, കൊള്ളാത്തവരാണെന്നുള്ളൊരു അതങ്ങനെ നമ്മൾ പറയുന്നത് ശരിയാണ്. ഇപ്പൊ ഞാൻ പറയാം, CPM ആണ് LDF-ലെ മേജർ കക്ഷി. ഇപ്പൊ നമുക്കിവിടെ ജനതാദളിന് LDF സീറ്റ് കൊടുത്തു, NCPക്ക് സീറ്റ് കൊടുത്തു. അവരുടെ ആൾബലം കണ്ടിട്ടാണോ? അല്ല. ആണോ? അല്ല. അത് ഒരു മുന്നണി നിൽക്കുന്നവരെ ഉൾക്കൊള്ളുക എന്നുള്ളതാണ് അതിന്റെ ഒരു മാന്യത ഏത് തലത്തിൽ. ഇപ്പം നമ്മള് കഴിഞ്ഞ ദിവസം വേറൊരു പ്രസ്താവന ഉണ്ട്, ഇടുക്കിയിൽ കോൺഗ്രസ് മത്സരിച്ചാലേ ജയിക്കുള്ളൂ, UDF ചെയർമാനാണ് പറയുന്നത്. അതൊക്കെ എന്ന് പറഞ്ഞ ഒരു യൂത്ത് കോൺഗ്രസ്സുകാരനോ KSUക്കാരനോ പറയാൻ കൊള്ളാം. ഒരു KSUക്കാരന് വേണേൽ പറയാം, ഞങ്ങൾ മത്സരിച്ചാലേ ജയിക്കുള്ളൂ, അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ്സുകാരന് പറയാം. അല്ലെങ്കിൽ ഇനി അങ്ങേ അറ്റം പോയാൽ കോൺഗ്രസിന്റെ ബ്ലോക്ക് പ്രസിഡന്റ് പറയാം, DCC പ്രസിഡന്റ് പോലും പറയുന്ന അപകടമായിരിക്കും. UDF ചെയർമാൻ അങ്ങനെ പറയാൻ കൊള്ളൂ? പറയാൻ പാടില്ല. കാരണം പുള്ളിയെ മുന്നണിയെ മൊത്തം ഒറ്റക്കെട്ടായിട്ട് കൊണ്ടുപോകേണ്ട ആളല്ലേ. അല്ല, ഈ റോഷേഴ്സിനെതിരെ ഇപ്പം അങ്ങനെ വന്നു എന്ന് കരുതുക, കോൺഗ്രസ് ആ സീറ്റ് ഏറ്റെടുക്കുകയും മത്സര രംഗത്തേക്ക് വരികയും ചെയ്തെങ്കിൽ കേരള കോൺഗ്രസിന് ഒരു ഭയമുണ്ടോ? അല്ല, അതിപ്പോഴേ അതിനകത്ത് ഞാനൊരു കാര്യം പറയാം. 6 വറ്റിപ്പോവുകയും പട്ടിയുടെ തൊടൽ പൊട്ടിപ്പോവുകയും ചെയ്താൽ കടിക്കാന്നേ ഉള്ളൂ. അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമുണ്ടോ? 6 വറ്റിപ്പോവുകയും പട്ടിയുടെ തൊടൽ പൊട്ടിയുകയും ചെയ്താൽ പട്ടി കടിക്കും. അപ്പം നമ്മളൊക്കെ ഇപ്പൊ ഞാൻ പറയാമല്ലോ, അപ്പം അതിനകത്ത് MJ ജേക്കബ് സാർ തന്നെ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. 25 കൊല്ലമായി ഉടുമ്പൻചോലയിൽ ഒരു UDF സ്ഥാനാർത്ഥി ജയിച്ചിട്ട് കോൺഗ്രസ് സീറ്റ് ജോസഫ് ഗ്രൂപ്പിന് കൊടുക്കും. പീരുമേട്ടിൽ 20 വർഷമായി ജയിച്ചിട്ട്, ദേവികുളത്ത് 20 വർഷമായി ജയിച്ചിട്ട്, ഈ 3 സീറ്റും ജോസഫ് ഗ്രൂപ്പിന് കൊടുക്കില്ല. കൊടുക്കാൻ സാധ്യതയുണ്ടോ? ഇല്ലല്ലോ. അത് അത്തരം കാര്യങ്ങൾ അത്രേ ഉള്ളൂ അതിനകത്തെ കാര്യം. തോക്കുക എന്നുള്ളൊരു മാനദണ്ഡമല്ലല്ലോ. ചിലപ്പോൾ UDFകാർ ഒന്ന് ചോട്ട് ചെയ്താൽ ഈ വാർഡ് മണ്ഡലമൊക്കെ തോക്കുകയോ ജയിക്കുകയൊക്കെ ചെയ്യും. അതിനകത്തൊന്നും നമുക്ക് അങ്ങനെ വലിയ അന്ധവിശ്വാസമോ അമിതവിശ്വാസമൊന്നുമില്ല. പക്ഷെ ഇടുക്കി മണ്ഡലത്തിൽ റോഷിയേഴ്സ് നേരെ ഇവരാര് നിന്നാലും കോൺഗ്രസ് വന്നാലും ഒരു പ്രശ്നവും ഇല്ല. ഓക്കെ, വീണ്ടും നമ്മുടെ ഇതിലേക്ക് വരുവാണ്. കട്ടപ്പന നഗരസഭ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ ഉന്നതനായിട്ടുള്ള കേരള കോൺഗ്രസിന്റെ ഉന്നതനായിട്ടുള്ള മനോജ് തോമസിന്റെ ഒരു പരാജയം, ഇപ്പോൾ അതിനെക്കുറിച്ച്, കാരണം അദ്ദേഹം ഈ ആളുകളൊക്കെ സംസാരിക്കുമ്പോഴേ അദ്ദേഹം അവിടെ മത്സരിക്കേണ്ടിയിരുന്നില്ല, അദ്ദേഹം ടൗൺ വാർഡിൽ നിന്നും മത്സരിച്ച് വിജയിക്കണമായിരുന്നു എന്നൊക്കെയുള്ളൊരു രീതിയിലുള്ള ഒരു സംഭാഷണമൊക്കെ വരുന്നു. അപ്പം മണ്ഡലം പ്രസിഡന്റ് എന്ന നിലയിൽ അതിനെക്കുറിച്ചൊന്നും അതിനകത്ത് ഞാനൊരു കാര്യം പറയാം. നമ്മള് മത്സരിക്കാൻ ഇറങ്ങുന്നത് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി. ആരുടെ സ്ഥാനാർത്ഥികളൊന്നും നമുക്ക്, എനിക്കെതിരെ നിന്ന സ്ഥാനാർത്ഥി മോശം സ്ഥാനാർത്ഥിയായിരുന്നു, നല്ല സ്ഥാനാർത്ഥിയായിരുന്നു, വ്യക്തിപരമായിട്ട് നല്ല മനുഷ്യനായിരുന്നു, കോൺഗ്രസിനകത്ത് കൊള്ളാവുന്ന ഒരാളായിരുന്നു. ഇപ്പം ഞങ്ങളങ്ങനെ ആളെ കണ്ട് പേടിച്ചു കൂടുന്നവരല്ല കേരള കോൺഗ്രസ്സുകാര്. ജോസ് കെ മാണി പാലായിൽ തോക്കുമെന്ന് ചുറ്റും വരുന്നവരെല്ലാം പറഞ്ഞ പുള്ളി പറഞ്ഞു, ഞാൻ പാലായിലാണ് മത്സരിക്കുന്നത്. മനോജ് സാറിനോട് ഞങ്ങളെല്ലാം പറഞ്ഞ മാറി മത്സരിക്കാമെന്ന് പറഞ്ഞാൽ മനോജ് സാർ ഏത് സീറ്റ് ഞങ്ങൾ മത്സരിച്ച 12 സീറ്റിൽ ജനറൽ സീറ്റിൽ ഏതുണ്ട്, അത് 35 സീറ്റിൽ ഏത് സീറ്റും കൊടുക്കാൻ LDF തയ്യാറായിരുന്നു മനോജ് സാറിന് മത്സരിപ്പിക്കാൻ. 35 സീറ്റിൽ മനോജ് സാർ പറയുന്ന സീറ്റ് കൊടുക്കാൻ LDF തയ്യാറായിരുന്നു. അപ്പം മനോജ് സാർ പറഞ്ഞു, ഞാൻ അവിടെയാണ് മത്സരിക്കുന്നതെന്ന് പറഞ്ഞു.
അതിപ്പം എതിർ സ്ഥാനാർത്ഥി ആരായാലും എന്താ അതിനകത്ത് പ്രശ്നം? എതിർ സ്ഥാനാർത്ഥിയുടെ കൊമ്പും കൂടെ എല്ലാം മുറിഞ്ഞില്ലേ? ഒരു ഫൈറ്റർ ആയിരുന്നല്ലേ നല്ല അല്ല, അതിപ്പോ നമുക്ക് തന്നെ അറിയത്തില്ലേ. ഈ 50 വോട്ടായി കൊണ്ടിരിക്കുക ഒരു UDF സംവരണം വാടാന്ന് ഓർക്കണം. അതെ, അത് ഷാജൻ പറഞ്ഞ കൃത്യവും വ്യക്തമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ 200-ലധികം വോട്ടുകൾക്ക് മുമ്പ് 280-ഓളം UDF-ന്റെ UDF സംവരണമാണ്. കോട്ടയാണ്. UDF കോട്ടയിൽ പോയി അതിന് ശരിക്കും പറയുന്നത് UDF സംവരണമാണ്. കോട്ടയ്ക്ക് വിള്ളൽ ഉണ്ടാക്കാൻ പറ്റി. പിന്നെ 25 വോട്ടും കൂടി ഇപ്പറയാൻ പറഞ്ഞാൽ സംഗതി തീർന്നില്ല. മനോജ് സാർ വിജയിക്കുമായിരുന്നു. കട്ടപ്പനയിലെ ഏറ്റവും നല്ല ഫൈറ്റ് നടന്ന വാടാ. അതെ, തീർച്ചയായിട്ടും. അതായത് ഇടുക്കി ജില്ലയിലെ UDF-ന്റെ ഏറ്റവും ഉന്നതരുമായിട്ടല്ലേ മുട്ടുന്നേ. മനസ്സിലായില്ലേ? ഇടുക്കി ജില്ലയിലെ UDF കൺവീനറുമായിട്ടാണ് തെരഞ്ഞെടുപ്പിൽ മത്സരം. അപ്പം അത്തരത്തിലൊരാൾ മത്സരിച്ചാലേ എന്നുണ്ട്. അപ്പം മനോജ് സാറിന് ഈ 35 സീറ്റിൽ ഏത് സീറ്റ് കൊടുക്കാനും എല്ലാം തയ്യാറായിരുന്നു. ഈ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ തന്നെ ആളുകൾക്കിടയിൽ LDF അധികാരത്തിലേക്ക് എത്തും, കട്ടപ്പന നഗരസഭയുടെ ഒരു അധികാരം LDF-ലേക്ക് എത്തുമെന്നൊക്കെയുള്ള ഒരു ആളുകൾക്കിടയിൽ വ്യാപകമായിരുന്നുണ്ടായിരുന്നു. എവിടെയാണ് ഈ കണക്കൂട്ടലുകൾ തെറ്റിപ്പോയത്? ആ ആത്മവിശ്വാസം ചതിച്ചു. ജനം മുഴുവൻ LDF ജയിക്കും എന്നെ തന്നെ വളരെ, അതായത് UDF-നകത്ത് തന്നെ നിൽക്കുന്ന ആളുകൾ എന്നെ പേഴ്സണലായിട്ട് വിളിച്ചു പറഞ്ഞു, ഈ പ്രാവശ്യം നിങ്ങൾ അധികാരം പിടിക്കണം. ഇവന്മാരുടെ ഈ 5-6 വിമത സ്ഥാനാർത്ഥികളുണ്ടായിരുന്നു. UDF-ൽ 5-6 വിമത സ്ഥാനാർത്ഥികളുണ്ടായിരുന്നു. വെട്ടിക്കുഴയ്ക്കവലയിൽ പരസ്പരം തമ്മിത്തല്ലി നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടായി. അത് ഈ LDF-നെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ വെട്ടിക്കുഴ വാർഡൊക്കെ ഒരു ബാലികാറാമലയാണ്. ആ ഒരു വാർഡിന്റെ പുതിയ സമവാക്യം അനുസരിച്ച് ഒരു UDF മെജോറിറ്റി ഉള്ള വാർഡ്. ജിജി ജയിച്ചെന്നൊക്കെ പറയുന്നത് പുള്ളിക്കുണ്ടായിരുന്ന ഒരു പേഴ്സണൽ പ്രശ്നം. അങ്ങനെയുള്ള ഒരു സ്ഥാനാർത്ഥി നിർത്തിയാൽ ഇനിയും ജയിക്കും. ഇനിയും അവിടെ LDF സ്ഥാനാർത്ഥി, അതുപോലെ ഒരു LDF സ്ഥാനാർത്ഥി ഒന്ന് മത്സരിച്ചാൽ ഇനിയും അവിടെ ജയിക്കാൻ പറ്റും. കുറെ ജനകീയ ബന്ധങ്ങളുള്ള ആളുകൾ. പിന്നെ അതിനകത്ത് നമുക്ക് ചെറിയ ഒരു വീഴ്ച പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ല, LDF-ന്റെ കണക്കുകൂട്ടലുകൾ അധികാരത്തിലെത്തുന്നു തന്നെ ആയിരുന്നില്ലേ? LDF ഉറപ്പായിട്ടും അധികാരത്തിൽ വരും എന്നുള്ളത് തന്നെയായിരുന്നു. ഒരു 20 സീറ്റിന് മേളിൽ പിടിക്കും എന്നുള്ളതായി. അതിനകത്ത് നിസാര വോട്ടില്ല. ജലജ ജയസൂര്യ ഉറപ്പിച്ച സീറ്റ് ഐറ്റേക്കുന്നു. ടൗൺ വാർഡ് ജാൻസി ബേബി, പിന്നെ മനോജ് സാറിന്റെ വാർഡ്. അങ്ങനെ കുറച്ച് വാർഡുകൾ ഉറപ്പായിട്ട് നമ്മൾ ജയിക്കുമെന്ന് പ്രതീക്ഷിച്ച വാർഡുകൾ നിസാര വോട്ടുകൾക്ക് തോറ്റു, പരാജയപ്പെട്ടു. ഈ കഴിഞ്ഞ തവണ താങ്കൾ പ്രതിപക്ഷ നേതാവായിരുന്നു. പ്രതിപക്ഷ നേതാവ് എന്ന് പറയാൻ പറ്റത്തില്ല, കാരണം മെജോറിറ്റി പാർട്ടി CPM ആയിരുന്നു. സുധർമ്മ ചേച്ചിയായിരുന്നു പാർട്ടി ലീഡർ. എനിക്ക് തോന്നുന്നു കാര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്ന പ്രതിഷേധങ്ങൾക്കൊക്കെ നേതൃത്വം നൽകിയത് ശ്രീ ഷാജി കൂത്തോടിയായിരുന്നു. അല്ല, അതിന്റെ 2 കേസുകളാണ്. ഒന്ന്, സുധർമ്മ ചേച്ചി എന്ന് പറയുന്നയാള് വളരെ കാമൻ ക്വയറ്റായിട്ട് നല്ല മര്യാദക്കാരി ആയിട്ടുള്ള ഒരാളാണ്. പുള്ളിക്കാരി അങ്ങനെ ആരോടും ഇച്ചിരി പ്രശ്നം ഉണ്ടായാൽ പോലും പുള്ളിക്കാരി നല്ലൊരു അമ്മ വഴക്ക് പറയുന്ന രീതിയിൽ സംസാരിക്കുന്നത്, അത്രേ ഉള്ളൂ. അത് പുള്ളിക്കാരുടെ നേച്ചറാണ്, നമുക്കത് മാറ്റാൻ പറ്റത്തില്ല. അപ്പം ഇച്ചിരി തീവ്രമായിട്ട് പറയേണ്ട സാഹചര്യങ്ങളിൽ നമ്മൾ പറയുമായിരുന്നു. അതിന്റെ കാര്യം. പക്ഷെ അതിനകത്തും വേറൊരു മണ്ടത്തരം വരുന്നുണ്ട്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ UDF-കാർക്കെതിരെ എന്ത് പറഞ്ഞാലും അവർ പേഴ്സണലായിട്ട് എടുക്കും. നമ്മളിപ്പോ രാഷ്ട്രീയം പറയുമ്പം അവരുടെ രാഷ്ട്രീയത്തെയാണ് പറയുന്നത്, അല്ല ഇപ്പൊ ഒരാളുടെ വ്യക്തിപരമായ നിലപാടിനെ അല്ല നമ്മൾ പറയുന്നത്. അവർ രാഷ്ട്രീയമായിട്ട് എടുക്കുന്ന നിലപാടുകൾ, അവർ രാഷ്ട്രീയമായിട്ടുള്ള നിലപാടുകളാണല്ലോ ഭരണത്തിൽ വരുമ്പം കാണിക്കുന്നത്. ആ നിലപാടുകളെ നമ്മൾ എതിർക്കുന്നത്. പക്ഷെ അവരതിനെ കാണുന്നത് എനിക്കെതിരെ പറഞ്ഞു എന്നുള്ള രീതിയിൽ. നമ്മളൊരിക്കലും അങ്ങനെ കാണുന്നില്ല. നമ്മൾ പറയുന്നത് നമ്മുടെ മുന്നണിയുടെ അല്ല, ഷാജി കൂത്തോടി വീട്ടിലേ ഉള്ളൂ. പുറത്തിറങ്ങി മുനിസിപ്പാലിറ്റി വന്ന് ഞാൻ സംസാരിക്കുന്നത് LDF-ന്റെ ആളായിട്ടാണ്. അത് LDF-ന്റെ ഐഡിയയാണ് ഞാൻ പറയുന്നത്, അല്ല ഷാജി കൂത്തോടിയുടെ ഐഡിയ അല്ല. അവർ ആ രീതിയിൽ അത് കാണണം. UDF-കാരനെ എതിർക്കുമ്പോൾ UDF-കാരൻ അവരെ പേഴ്സണലായിട്ട് നമ്മൾ എതിർക്കുകയല്ല, അവരുടെ ഐഡിയോളജിയെ അവരുടെ ഐഡിയോളജിയിലെ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുക മാത്രമേ. ഈ കഴിഞ്ഞ തവണ 9 സീറ്റാണ് ഉള്ളത്. ഈ 9 സീറ്റിൽ നിന്നുകൊണ്ട് പ്രതിപക്ഷത്തിന് വേണ്ട രീതിയിൽ ഒരു അവരുടെ അഴിമതിക്കെതിരെ അല്ലെങ്കിൽ അവിടെ ഉണ്ടായ പ്രശ്നങ്ങൾക്കെതിരെയൊക്കെ ശബ്ദം ഉയർത്താൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ, അതോ പ്രതിപക്ഷം പരാജയമായിരുന്നോ? അല്ല, അങ്ങനെ പറയാൻ UDF പോലും പറയില്ല പ്രതിപക്ഷം പരാജയമായിരുന്നു. എനിക്കെതിരെ മത്സരിക്കാൻ വന്നപ്പോൾ എന്റെ എതിർ സ്ഥാനാർത്ഥി പറഞ്ഞ അവനൊരു 7 വിയോജനം അവിടെ എഴുതിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അതൊക്കെ ഞാൻ പോയി കൊണ്ടുവരുമെന്ന് പറഞ്ഞു. അപ്പം പ്രതിപക്ഷം മോശമായിരുന്ന പുള്ളി അങ്ങനെ പറയുകയല്ലോ. അവര് കാണിക്കുന്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ വിയോജനം എഴുതിയതൊക്കെ കാര്യത്തിനാ. അവിടെ ഞങ്ങൾ ആദ്യം വിയോജനം എഴുതിയത് അവിടെ ഒരു താൽക്കാലിക ജീവനക്കാരനെ HI നിയമിച്ചിരുന്നു. അത് നിയമപരമായിട്ട് ശരിയല്ല. അന്നിരുന്ന സെക്രട്ടറി നമ്മളോട് പറഞ്ഞു, അദ്ദേഹം ഒരു വക്കീലും കൂടിയായിരുന്നു, അദ്ദേഹം പറഞ്ഞത് നിയമപരമായിട്ട് ഇത് ശരിയല്ല, അങ്ങനെ ഒരാളെ നിയമിക്കാൻ പാടില്ല, അതുകൊണ്ട് പുള്ളിയെ പുറത്താക്കണം. ഇല്ലെങ്കിൽ ഇയാൾക്ക് കൊടുക്കുന്ന ശമ്പളം ആരെങ്കിലും പരാതി കൊടുത്താൽ കൗൺസിലർമാരുടെ പേരിൽ ഇതിന്റെ ശമ്പളം വരുമെന്നു. ശമ്പളത്തിന്റെ പൈസ കൗൺസിലർമാർ കൊടുക്കേണ്ടി വരും. അപ്പൊ നമ്മൾ അതിന് വിയോജനം എഴുതി. കാരണം നിയമം അറിയാവുന്ന ആളുകൾ നമ്മൾ പുറത്ത് അന്വേഷിച്ചപ്പോഴും അത് തന്നെ ശരിയാണ്. നമ്മൾ LDF-ൽ ആലോചിച്ചു, LDF പറഞ്ഞ് വിയോജനം എഴുതാൻ പറഞ്ഞു, നമ്മൾ വിയോജനം എഴുതി. 2 എന്ന് പറയുന്നത്
കട്ടപ്പന മുനിസിപ്പാലിറ്റിയുടെ മുന്നിൽ കിടക്കുന്ന സ്ഥലം ഇൻഡോർ സ്റ്റേഡിയം ആക്കാൻ. അതിന് ഞങ്ങൾ വിയോജനം എഴുതി. അത് ആദ്യം തൊട്ട് നമ്മളെതിരായിരുന്നു. അവസാനം അതെങ്ങനെയാ പോയത്? മുൻ ചെയർമാൻ, ബഹുമാനായ മുൻ ചെയർമാൻ ജോണി കുളമ്പള്ളിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ്സുകാർ 13 പേരും കൂടി LDFിനൊപ്പം ചേർന്ന് ആ പരിപാടി മാറ്റിവെപ്പിക്കുകയായിരുന്നു. അവിടെ ഇൻഡോർ സ്റ്റേഡിയം പണിയാൻ പറ്റരുത്. അപ്പൊ നമ്മൾ പറഞ്ഞത് ശരിയായിരുന്നേ. നമ്മൾ 5 കൊല്ലം പറയേണ്ടി വന്നു പുള്ളി അത് പറയാൻ വേണ്ടി. പക്ഷെ നമ്മൾ പറഞ്ഞത് ശരിയായിരുന്നു. പിന്നെ നമ്മുടെ ടൗൺ ഹാൾ ഇപ്പോഴും നിലനിൽക്കുകയല്ലേ. നമ്മൾ അന്ന് പറഞ്ഞ അതിന് വേണ്ടി മെയിൻ്റെനൻസ് അല്ല അതിനാവശ്യം. അത് പൊളിച്ചു മാറ്റി പാർക്കിംഗ് സൗകര്യത്തോടു കൂടി ഒരു കെട്ടിടം പണിയോ, അതിന്റെ അടിനില പാർക്കിംഗ് ആക്കുകയോ ചെയ്തിട്ട് അതിന്റെ മേളിൽ ഹാള് പണിയോ ജിമ്മ് പണിയോ എന്ത് വേണേലും ചെയ്യാലോ. നമുക്കൊരു മൾട്ടി പർപ്പസ് ജിംനേഷ്യം, ഇപ്പൊ എല്ലായിടത്തും ജിംനേഷ്യം ഇല്ലേ, എല്ലാ ഒരുമാതിരിപ്പെട്ട ഈ നഗരസഭകളിലൊക്കെ ഉണ്ട്. ഒരു ജിംനേഷ്യം അവിടെ പണിയാലോ. അതിന് ചെറിയ വാടക മേടിക്കാം ആളുകളോട്. ഒരു വരുമാന മാർഗം മുനിസിപ്പാലിറ്റിക്ക്. എനിക്ക് തോന്നുന്നൊരു ഞാൻ പ്രതിപക്ഷ നേതാവ് എന്ന് കത്തിക്കാട്ടി, ഇവരുടെ ഈ പലപ്പോഴും വികസന മുരടിപ്പിനെതിരെ ഒരു നിരാഹാരം പോലും കിടക്കേണ്ടതായിട്ട് തോന്നുന്നു താങ്കൾക്ക്. 3 തവണ നിരാഹാരം കിടന്നു. ഒരു പ്രാവശ്യം രാപ്പകലാണ്. അത് സംബന്ധിച്ച് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സഹിയിട്ട് കിടന്നാന്ന് തോന്നുന്നല്ലോ. നമ്മളോട് സംസാരിക്കാൻ അനുവദിക്കുക. അതായത് ഞാൻ എൻ്റെ വാർഡിന്റെ അംഗൻവാടിയുടെ കാര്യം പറഞ്ഞപ്പോൾ സംസാരിക്കാൻ അനുമതി തന്നില്ല, ഇരിക്കാൻ പറഞ്ഞു. ഇവര് 5-8 പേരൊന്ന് ഏറ്റവും വർത്തമാനം പറയുമ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് നിന്നിട്ട് സംസാരിക്കാൻ പറ്റത്തില്ല. അപ്പം അന്ന് ചേർന്നിരുന്ന ചെയർപേഴ്സൺ പറഞ്ഞു ഇനി സംസാരിക്കാൻ അവസരമില്ല, ഇരിക്കാൻ പറഞ്ഞു. ഞാൻ ഇരുന്നില്ല. അപ്പൊ ഇവരെല്ലാം കൂടി ഏറ്റു. അപ്പം കാര്യങ്ങൾ മുന്നോട്ട് പോട്ടെ എന്ന് പറഞ്ഞ് ഞാനവിടെ ഉണ്ടായിരുന്നു. സംസാരിക്കാൻ നമുക്ക് അനുമതി തരാത്തതുകൊണ്ടാണ് നിരാഹാരം വരുന്നത്. നമുക്ക് സംസാരിക്കാൻ, അതായത് ജനാധിപത്യത്തിൽ ഏറ്റവും വലിയ ആവശ്യം എന്ന് പറഞ്ഞാൽ അവനവന്റെ അഭിപ്രായം പറയാനുള്ള അവകാശം. അത് നിഷേധിക്കപ്പെടുന്നിടത്ത് പിന്നെ എന്താ ചെയ്യുന്നത്? അല്ല, അന്ന് എനിക്ക് തോന്നുന്നു അന്ന് ശബ്ദം നിഷേധിച്ചു. പക്ഷെ ഇന്ന് എനിക്ക് തോന്നുന്നു താങ്കൾക്കൊപ്പം വിയാസജി, KP സുമോദ്, TGM രാജു എന്നുള്ള ഒരു AICC അംഗം തോപ്പിച്ച CR മുരളി അടക്കമുള്ള ഒരു വലിയ സിജു ചക്കമോട്ടനെ തോപ്പിച്ച ബേബി കുര്യൻ അടക്കമുള്ള ആളുകൾ താങ്കൾക്കൊപ്പം ഉണ്ട്. അല്ല, ഈ പ്രാവശ്യം ജനറൽ ആണുങ്ങളുടെ കൂട്ടത്തിൽ LDFന് മുൻതൂക്കമാണ്. അതെ അതെ. UDFന്റെ 3 ജനറൽ ബോഡി വനിതകളായി ജയിച്ചു വന്നിരിക്കും. തീർച്ചയായിട്ടും ഒരു വലിയ പ്രതിപക്ഷമായി എന്ന് വെച്ച് കഴിഞ്ഞാൽ എതിർത്ത് തന്നെ പോവുകയും അത് ഉറപ്പായിട്ടും. അതിപ്പോ നമ്മൾ ആ 9 പേരുണ്ടായിരുന്നപ്പോൾ തന്നെ എന്നോട് അതിന് മുന്നിലത്തെ കൗൺസിലിൽ LDFന് 16 കൗൺസിലർമാരുണ്ട്, 16-15 കൗൺസിലർമാരുണ്ടായിരുന്നു. ആ കൂട്ടത്തിലുള്ള ഒരു കൗൺസിലർ തന്നെ എന്നോട് പറഞ്ഞു ഞങ്ങൾക്ക് 16 പേർക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ നിങ്ങൾ ചെയ്തെന്ന് പറഞ്ഞു. തുല്യം നിന്നപ്പം ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ 9 പേരെ വെച്ച് നിങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞു. അത് നമുക്ക് കിട്ടിയ വലിയൊരു അംഗീകാരമാണ്. ഇപ്പം കഴിഞ്ഞ തവണ പ്രതിപക്ഷത്തിരുന്നപ്പോഴാണെങ്കിലും ഇത്തവണയും പ്രതിപക്ഷത്തുണ്ട്. അപ്പം ഞാൻ ചോദിക്കുന്നത് ഈ കല്യാണത്തണ്ട് ടൂറിസം, എനിക്ക് തോന്നുന്നു കട്ടപ്പനയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ടൂറിസം സാധ്യതയുള്ള ഒരു സ്ഥലമാണ് കല്യാണത്തണ്ട് ടൂറിസം. ഈ കല്യാണത്തണ്ട് ഇപ്പോഴും അതുപോലെ കിടക്കുകയാണ്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസം ചെയർപേഴ്സൺ ജോയ് വെട്ടിക്കുഴി അദ്ദേഹം പറഞ്ഞത് കല്യാണത്തണ്ട് ടൂറിസത്തെ മനോഹരമാക്കാനുള്ള പല പദ്ധതികളും ചെയ്യുമെന്നൊക്കെയാണ് പറഞ്ഞത്. നമ്മളത് 2000 പുള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ആയാണ്. കട്ടപ്പനയുടെ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു 2000 കാലഘട്ടത്തിൽ. അത് കഴിഞ്ഞ് മുഴുവൻ സമയത്തും പുള്ളി ഇതുമായിട്ട് ബന്ധപ്പെട്ട് വന്നയാളാണ്. ഈ ഭരണസമിതിയുടെ ഒരു ഭാഗമായിരുന്നു 2000 തൊട്ട് 25 വർഷക്കാലം. എന്തേ നടക്കാതെ പോയത്? ഈ ടൂറിസത്തിനോട് വെച്ച് അനുബന്ധിച്ച് തന്നെ ഞാൻ പറയാം, ടൂറിസം അവിടെ നടക്കണമെന്നുണ്ടെങ്കിൽ റവന്യൂ വകുപ്പ് ഭൂമി വിട്ടുകൊടുക്കണം. അങ്ങോട്ട് കയറി ചെല്ലുന്ന റോഡ്, കല്യാണത്തിന് ന്യൂ റോഡ് എന്ന് പറഞ്ഞ ഒരു റോഡുണ്ട്. ആ റോഡ് എന്ന് പറയുന്നത് ആ വാർഡിൽ നിന്ന് ജയിച്ചു വന്നതെല്ലാം കട്ടപ്പന നഗരസഭയുടെ ചെയർമാൻമാരായിരുന്നു. ആദ്യം കുളമ്പള്ളി ജോണിച്ചേട്ടൻ, പിന്നെ മീനാ ചേച്ചി ഒക്കെ വന്നു. ആ റോഡ് നന്നായാൽ അവിടുത്തെ വികസനം വേഗത്തിലാവും. കാരണം ഇപ്പൊ അമ്പലത്തിന് അങ്ങോട്ട് കയറുന്ന വലിയ കുത്തുകയറ്റം, അത് ഒഴിവായിട്ട് അതിനെ ഇങ്ങോട്ട് ഒരു ബൈപ്പാസ് വഴി തിരിച്ചു വിട്ടിട്ടുണ്ട് ഒരു വഴി. ഞാൻ ഇന്നാണ് കാണും, ഈ കഴിഞ്ഞ ദിവസം ഇലക്ഷൻ ചെയ്യുമ്പോൾ അവിടെ കാണുന്നു അങ്ങനെ ഒരു വഴിയുള്ളവരെ ഞാൻ അറിയുന്നത്. പക്ഷെ അവിടെ നമ്മുടെ MLA ഒരു 5 ലക്ഷം രൂപ അന്ന് ഈ വഴി പണിത സമയത്ത് 5 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. അതിന്റെ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അന്നത്തെ ആയിരുന്ന പഞ്ചായത്ത് മുനിസിപ്പൽ ചെയർമാനായിരുന്ന ജോണിച്ചേട്ടൻ ഒരു 5 ലക്ഷം രൂപ വെച്ചു, അതിന്റെ പണിതിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ മന്ത്രിയുടെ പൈസ മേടിച്ചതിന് ഈ കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ പോയി കണ്ടു. ഞങ്ങളെ ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ അവിടുത്തെ ആളുകൾ എന്നോട് പറഞ്ഞു ഇങ്ങനെ ഒരു വഴിയുണ്ട് കല്യാണത്തിനോട് വളരെ കയറി പോകുന്നതിന് ആൾക്കാർ. അപ്പൊ അവിടെ ചെന്ന് അന്വേഷിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് UDF നേതാക്കന്മാർക്കെല്ലാം അവിടെ സ്ഥലമുണ്ട്. ഇവരൊക്കെ ഉത്സാഹിച്ചായിരുന്ന പണ്ടേ അവിടെ ഡെവലപ്പായി പോയനെ. അതായത് ഈ കല്യാണത്തണ്ട് മേഖലയ്ക്ക് ചുറ്റും
UDF നേതാക്കന്മാരായിട്ടുള്ള ആളുകൾക്കൊക്കെ തന്നെ സ്ഥലമുണ്ട്. ഉണ്ട്, പക്ഷെ അത് കയ്യേറ്റമൊന്നും ഞാൻ പറയുന്നില്ല. അല്ല, കയ്യേറ്റം ഞാൻ പറഞ്ഞില്ല കേട്ടോ. കയ്യേറ്റം ഞാനും പറഞ്ഞില്ല. അല്ല, അവർക്കൊക്കെ അവിടെ വില കൊടുത്ത് മേടിച്ചതായിരിക്കും. അല്ല, വില കൊടുത്ത് ഞാൻ പറഞ്ഞത് അവിടെയൊക്കെ സ്ഥലമുണ്ട്. അപ്പം സ്ഥലം ഉള്ളതുകൊണ്ട് തന്നെ അവിടേക്കുള്ള നല്ല ഗതാഗതവും ടൂറിസം ഒക്കെ വരുന്ന അവർക്ക് ഗുണകരമാണ് കേട്ടോ. പിന്നെ ഗുണകരമാണ്. അതാ ഞാൻ പറഞ്ഞത്. അല്ല, ചെയ്യണ്ടേ? അവരെ എന്നല്ലോ നാട്ടിലുള്ളവർക്ക് മുഴുവൻ ഗുണകരമല്ലേ? അതെ, തീർച്ചയായിട്ടും. നാട്ടിലുള്ള ആളുകൾ ഇപ്പം അവിടെ താമസിക്കുന്നത് ഞങ്ങളുടെ പാർട്ടിക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. കേരള കോൺഗ്രസ് പാർട്ടി ഇഷ്ടം പോലെ ഉണ്ട്. CPM-കാരുണ്ട്, കോൺഗ്രസ്സുകാരും ഉണ്ട്. അപ്പം അവർക്കെല്ലാം ഗുണകരമല്ലേ അത്? അല്ല, അത് ചെയ്യണമായിരുന്നു. 25 വർഷമായിട്ട് ഈ ഭരണത്തിന്റെ എല്ലാ താക്കോൽ സ്ഥാനങ്ങളും വരുന്ന ആളാണ് പുള്ളി. ഭരണത്തിന്റെ എല്ലാ താക്കോൽ സ്ഥാനങ്ങളും. 20 പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു, മുനിസിപ്പൽ ചെയർമാൻ ആയിരുന്നു, കഴിഞ്ഞ തവണ പുള്ളിക്കാരനായിരുന്നു ചക്രം തിരിച്ചുകൊണ്ടിരുന്നത്. ഇത്രയൊക്കെ ഇരുന്നിട്ടും അങ്ങോട്ടുള്ള ടൂറിസത്തിന്റെ കാര്യത്തിൽ പുള്ളിക്ക് എന്താ ഒന്നും ചെയ്യാൻ പറ്റാതെ? ഞാൻ ചോദിക്കട്ടെ, അദ്ദേഹം ഈ രാഷ്ട്രീയം തുടങ്ങിയത് താങ്കളുടെ പാർട്ടിയിൽ നിന്നാണ്, കേരള കോൺഗ്രസ് നിന്നാണല്ലോ ഇത് തുടങ്ങിയത്. അല്ല, ഇപ്പോഴും അത് കോൺഗ്രസ്സുകാർ പറയുന്നുണ്ടല്ലോ, ഞങ്ങളുടെ പാർട്ടിയെ കേരള കോൺഗ്രസ് വിഴുങ്ങിന്ന്. കോൺഗ്രസിന്റെ ഒരു അടുത്ത സ്നേഹിതൻ കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞ ഞങ്ങളുടെ പാർട്ടിയെ കേരള കോൺഗ്രസ് വിഴുങ്ങിന്ന് പറഞ്ഞു. ഈ സാറ് തോറ്റപ്പോൾ ആക്സി സാറ് തോറ്റപ്പം ഒരു പുള്ളി രസികനാ പുള്ളി പറഞ്ഞു ഞങ്ങളുടെ പാർട്ടിയെ കേരള കോൺഗ്രസ് വിഴുങ്ങിന്ന് പറഞ്ഞു. അത് പുള്ളി രാഷ്ട്രീയം പുള്ളി കൊണ്ടാണ്. അത് ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ, രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുക എന്നൊക്കെ ഓരോരുത്തരുടെ താല്പര്യവും ഇഷ്ടങ്ങളും ഒക്കെ. അതിനകത്തൊന്നും നമ്മൾ വിമർശിക്കാനൊന്നുമില്ല. കാരണം പുള്ളിക്ക് കൂടുതൽ നേട്ടങ്ങൾ കിട്ടുന്ന അവിടെയാണെങ്കിൽ പുള്ളി മേടിക്കട്ടെ. നമുക്ക് അതിനകത്തൊന്നും നമ്മളൊന്നും വലിയ ആഗ്രഹമില്ലാത്ത ആളാണ്. അവിടെ നിൽക്കുന്നിടത്തങ്ങ് നിൽക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ തണലിടം പദ്ധതി. ഈ തണലിടം പദ്ധതി പലപ്പോഴും ഞങ്ങൾ സാംസ്കാരിക പ്രവർത്തകർക്കൊക്കെ അവിടെ ഒരു തണലിടം പദ്ധതി വരുന്നതൊക്കെ ഇഷ്ടമായിരുന്നു. ഒരു താല്പര്യമുള്ള ആളുകളാണ്. ഞങ്ങൾ നിവേദനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഒരു സാംസ്കാരിക ഇടമാക്കി അവിടെ മാറ്റുക. ചെറിയ ഈ തിരുവനന്തപുരത്തെ മാനവീയം വീതി പോലൊക്കെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ നടത്താൻ പറ്റിയാൽ നല്ലതായിരുന്നു എന്നൊക്കെ ഒരു. അപ്പൊ അന്ന് ഉയർന്നു കേട്ട ഒരു പേര്, അതിനെതിരെ ഉയർന്നു കേട്ട ഒരു പേര്, ഷാജി കൂത്തോടിയുടെ പേര് ഉയർന്നു കേട്ടു. മറ്റൊന്നുമല്ല, ഷാജി കൂത്തോടി ഈ തണലിടം പദ്ധതിക്ക് തുരങ്കം വെക്കുന്നു എന്ന് പറയുന്ന ഒരു ആരോപണം ഉയർന്നു കേട്ടു. ആ ആരോപണത്തോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഈ സത്യം പറയുന്നത് തുരങ്കം വെക്കുന്നതിന് തുല്യമാണോ? ഞാൻ പറയാം. ഇപ്പം സൂര്യലാലിന് കട്ടപ്പന ടൗണിൽ 10 സെന്റ് സ്ഥലമുണ്ട്. ആ ഇരിക്കുന്ന പയ്യന് അവിടെ ഒരു കടമുറി വെക്കണം, കച്ചവടം കിട്ടും. സൂര്യലാൽ അനുവദിക്കണ്ടേ? ഞാൻ അനുവദിക്കണം, വേണ്ടേ? തീർച്ചയായിട്ടും. അല്ലെങ്കിൽ വഴിയാന്ന് പറഞ്ഞ് വെച്ചാൽ സൂര്യലാൽ സമ്മതിക്കും? സമ്മതിക്കും. അത്രേ ഉള്ളൂ. ഞാൻ അത്രേ പറഞ്ഞു. ഹൗസിംഗ് ബോർഡിന്റെ സ്ഥലമാണ്. 2 സൈഡും ഹൗസിംഗ് ബോർഡിന്റെ സ്ഥലമാണ്. അതായത് റോഡ് പോകുന്ന 2 സൈഡും BW റോഡ്, അതായത് ഇടുക്കിക്കവല പള്ളിക്കവല ബൈപ്പാസിന്റെ സൈഡും ഹൗസിംഗ് ബോർഡിന്റെ ഇരുവശങ്ങളും ഹൗസിംഗ് ബോർഡിന്റെ സ്ഥലമാണ്. നമ്മുടെ ടൗൺ ഹാളിൽ അങ്ങോട്ട് കയറുന്ന ബൈപ്പാസിന്റെ ഇരുവശവും ഹൗസിംഗ് ബോർഡിന്റെ സ്ഥലമാണ്. അവരനുവദിക്കണ്ടേ? അവരുടെ സ്ഥലത്തിന്റെ മുന്നേ കൊണ്ട് തണലോട് ഒരുക്കണമെങ്കിൽ അവരുടെ അനുമതി വേണ്ടേ? അല്ലാതെ ചെയ്യാൻ പറ്റുമോ? അനുമതി കിട്ടിയിട്ടുണ്ടോ? ഞാൻ ഞാൻ വാട്സപ്പിൽ തരാം ഒരു നോട്ടീസ് നമ്മുടെ മുനിസിപ്പൽ സെക്രട്ടറിക്ക് കൊടുത്തിരിക്കുന്ന ഹൗസിംഗ് ബോർഡിന്റെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കൊടുത്തിരിക്കുന്ന നോട്ടീസാണ്. അവിടെ എന്ത് നിർമ്മാണ പ്രവർത്തനം നടത്തിയാലും അത് നീക്കം ചെയ്യുന്നത് അടക്കമുള്ള ഉത്തരവാദിത്തം താങ്കൾക്കായിരിക്കും. അതിനുള്ള ചെലവും ചിലപ്പം മുനിസിപ്പാലിറ്റി പൊളിച്ചില്ല, അവർ പൊളിച്ചു കളയും. അതിന്റെ ചെലവും താങ്കൾ തരേണ്ടി വരും. സെക്രട്ടറി അത് മൂടി വെച്ചുകൊണ്ടാണോ ഇവിടെ ഈ പരിപാടി തറക്കല്ലിട്ടെന്നില്ല? തറക്കല്ലിട്ടില്ല കേട്ടോ, തറക്കല്ല് ഓടിക്കൊണ്ടിരിക്കുക. ഇന്നലെ തറക്കല്ല് നമ്മുടെ പള്ളിക്കവല, അവര് തറക്കല്ലിട്ടത് പള്ളിക്കവല ഇടുക്കിക്കവല ബൈപ്പാസിലാണ്. ഇപ്പൊ ആ തറക്കല്ലിരിക്കുന്നത് ഹൗസിംഗ് ബോർഡ് പള്ളിക്കവല റോഡിലേക്ക് ഇറങ്ങി വരുന്ന വഴിയുടെ സൈഡിലാണ്. മാറി ഓരോ ദിവസവും ഓടിക്കൊണ്ടിരിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ വഴി പണിയാൻ വരുമ്പോൾ സാധനം എടുത്ത് അങ്ങോട്ട് മാറ്റി വെക്കും. ഇത് തട്ടിപ്പാണ്. ഈ ശുദ്ധ തട്ടിപ്പിനെ പാവം കൗൺസിലറോട് കൂട്ടി നിന്നു. അത് പെട്ടതാ. അപ്പൊ അല്ല, ഞാൻ ചോദിക്കുന്നത് അതിനറിയത്തില്ല. ഇതിനു വേണ്ടി തുക അനുവദിച്ചിട്ടുണ്ട്. ഇപ്പൊ ഉദ്ഘാടനം നടത്തി. ഉദ്ഘാടനം നടത്തി. ഉദ്ഘാടനം എന്ന് പറയുന്നത് കല്ല്, ഒരു മൊബൈൽ കല്ല്, ഒരു മൊബൈൽ തറക്കല്ല്. താങ്കൾ പറയുന്നത് ഓടി നടക്കുന്ന ഒരു കല്ലിനെ അവിടെ പ്രതിഷ്ഠിച്ചു. ഈ ഹൗസിംഗ് ബോർഡുമായി ഒരു രമ്യതയിൽ എത്തിയാൽ, ഹൗസിംഗ് ബോർഡ് പണ്ട് മനോജം തോമസ് മുനിസിപ്പൽ ചെയർമാൻ ആയിരുന്ന സമയത്ത് നമുക്ക് പാർക്ക് തുടങ്ങാൻ, അതായത് VT സെബാസ്റ്റ്യന്റെ പാപ്പഞ്ഞാൻ ഇരുന്നപ്പോൾ മേടിച്ച സ്ഥലം അതല്ല. ഹൗസിംഗ് ബോർഡിന്റെ കട്ടപ്പനയുള്ള ആസ്തിയെല്ലാം പാപ്പഞ്ഞാന്റെ ഹൗസിംഗ് ബോർഡ് ചെയർമാൻ ഇരുന്നപ്പോൾ മേടിച്ചതാണ്. അപ്പൊ പാപ്പഞ്ഞാന്റെ പേരിൽ ഒരു പാർക്ക് തുടങ്ങുന്നതിന് വേണ്ടി സ്ഥലം ലീസിന് തരാന്ന് പറഞ്ഞത്. പിന്നീട് വന്ന ജോയ്സാർ, പുള്ളി അതിനെ ശ്രമിച്ചില്ല. അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പുള്ളി ശ്രമിച്ചില്ല. പുള്ളി ആ സ്ഥലം മേടിച്ചെടുക്കാനുള്ള വേറൊരു മാർഗം നോക്കിയായിരുന്നു. അത് ഹൗസിംഗ് ബോർഡ് സമ്മതിച്ചില്ല. പക്ഷെ ഹൗസിംഗ് ബോർഡ് മുനിസിപ്പാലിറ്റിക്ക് 3 ലക്ഷം രൂപ സെന്റിന് ഈ സ്ഥലം കൊടുക്കാന്ന് പറഞ്ഞതാണ്. അന്ന് മുനിസിപ്പാലിറ്റി ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കിയായിരുന്നു ഇന്ന് ആ സ്ഥലം മുനിസിപ്പാലിറ്റിയുടെ ഇരുന്നേ. ഇത് 2 സർക്കാരല്ലേ, ഒരു എഗ്രിമെന്റ് വെച്ചാൽ പോരെ? പൈസ ഉണ്ടാകുന്ന പോലെ കൊടുത്താൽ പോരെ? മേടിച്ചിടണമായിരുന്നു. അതാ പറഞ്ഞത്. ഞാൻ പറയാം, നമുക്ക് സ്റ്റേഡിയത്തിന് സ്ഥലം എടുത്തതല്ലേ UDF കാരന്. ഇന്ന് UDF നിൽക്കുന്ന ആളുകളാണ് അന്ന് അതിന് തുരങ്കം വെച്ചത്.
6 ഏക്കർ സ്ഥലം വള്ളക്കടവിൽ മേടിച്ച വിവരം എല്ലാവരും പറഞ്ഞല്ലേ. അതിന് ഒരു പ്രധാനപ്പെട്ട ഈ തുരങ്കം വെച്ച വാക്ക് പറഞ്ഞപ്പോഴാണ് പ്രധാനപ്പെട്ട തുരങ്കം വെച്ച വാക്കിനെ കുറിച്ചാണ് ചോദിക്കാൻ പോകുന്നത്. താലൂക്ക് ആശുപത്രിയിൽ മന്ത്രിയടക്കം സർക്കാരടക്കം തുക അനുവദിക്കുകയും അവിടെ അല്ല 14 കോടി രൂപ കിഫ്ബി അനുവദിച്ചിട്ട് 4 വർഷത്തോളമായി. ഈ അതിന് UDF തുരങ്കം വെച്ചു. അല്ല, അത് ഇത്ര നാളും കെട്ടുകൊണ്ട് കിടന്ന് ആ പൈസ നഷ്ടപ്പെട്ടു പോകും എന്നായപ്പോഴാണ് കെട്ടിടം പൊളിച്ചത്. ആ കെട്ടിടം പൊളിച്ച് മാറ്റാൻ മുനിസിപ്പാലിറ്റിക്ക് സാധിച്ചില്ല. അത് ശരിക്കും ചെയ്യേണ്ട മുനിസിപ്പാലിറ്റിയാണ്. അതായത് ഗവൺമെന്റ് സ്കൂള്, താലൂക്ക് ആശുപത്രി, വാഴവരയിലെ ആശുപത്രി, താഴെ വാഴവര ഗവൺമെന്റ് സ്കൂള്, ഇതെല്ലാം മുനിസിപ്പാലിറ്റിയാണ് ഇതിന്റെ മുനിസിപ്പാലിറ്റിയുടെ കീഴിലെന്ന് പറഞ്ഞാൽ അതിന്റെ നിയന്ത്രണം നടത്തേണ്ടതും അവിടെ ഒഴിവ് വന്നാൽ അത് നികത്താൻ പറയേണ്ടതും, അവിടെ ഒരു ആവശ്യം വന്നാൽ ഒരു കെട്ടണമെങ്കിലോ ഒരു ക്ലാസ് മുറി പണിയണമെങ്കിലോ അവിടെ ഒരു റൂം പണിയണമെങ്കിലോ ആവശ്യം ചെയ്തു കൊടുക്കേണ്ട ആളെന്ന് പറഞ്ഞ മുനിസിപ്പാലിറ്റിയാണ്. അത് ചില സാഹചര്യത്തിൽ മുനിസിപ്പാലിറ്റിയുടെ പൈസ കാണില്ല. അതിനാണ് MP MLA ഒക്കെ. നമ്മൾ അവരെ കാണണം, അല്ല അവരോട് ഐറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ട്. ഇപ്പൊ എന്റെ വാർഡിലാണ് പോസ്റ്റ് ഓഫീസ് ഇരിക്കുന്നത്. കഴിഞ്ഞ ടൈമിൽ എന്റെ വാർഡിലാണ് പോസ്റ്റ് ഓഫീസ് ഇരിക്കുന്നത്. അപ്പൊ പോസ്റ്റ് ഓഫീസിന്റെ അങ്ങോട്ട് കയറി പോകുന്ന വഴി, പോസ്റ്റ് ഓഫീസിലേക്ക് കയറുന്ന വഴി അത് മുനിസിപ്പാലിറ്റിക്ക് ചെയ്യത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലുള്ള സ്ഥലമാണ്. MLA-ക്കും ചെയ്യത്തില്ല. മുനിസിപ്പൽ ആസ്തിയിലുള്ളതിനെ MLA-ക്കും ചെയ്യാൻ പറ്റുള്ളൂ. നമ്മള് ഡീൻ കുര്യാക്കോസിനെ വിളിച്ചു MP സാറേ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, എനിക്ക് ഞങ്ങളുടെ വാർഡിൽ ഇങ്ങനെ പോസ്റ്റ് ഓഫീസിലേക്ക് കയറി പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിൽ ആൾക്കാർ പോകുന്ന അവിടെ 5 ലക്ഷം രൂപയുടെ ആവശ്യമുണ്ട്. തന്നില്ല. നമ്മൾ ആവശ്യപ്പെട്ട് ഞാൻ പ്രശാന്ത് രാജിനെ കൊണ്ട് വിളിപ്പിച്ചു. പുള്ളിയുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ് പ്രശാന്ത് രാജിനെ കൊണ്ട് വിളിപ്പിച്ചു. ഞാൻ വിളിച്ചു, പുള്ളി പരിഗണിക്കാന്ന് പറഞ്ഞില്ല. അപ്പൊ അതിന്റെ കാര്യം എന്ന് പറഞ്ഞത് വികസന പ്രവർത്തനത്തിൽ രാഷ്ട്രീയമില്ല. ഇപ്പൊ റോഡ് ശേഖരം കൊണ്ടുവന്നെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ മലയോര ഹൈവേയുടെ 20 ഏക്കർ പാലം തടഞ്ഞിട്ടേക്കുക. ആ 3 സെന്റ് സ്ഥലം കൊടുത്ത് അമ്മണിയമ്മയെ മാറ്റിയാൽ മതി, പാലം പൊളിച്ചു പണിയാം. പുള്ളിക്കാരി മാറാൻ തയ്യാറാ. കിഫ്ബി വീട് പണിത് കൊടുക്കാനും തയ്യാറാ. ഈ 3 സെന്റ് സ്ഥലം മുനിസിപ്പാലിറ്റിക്ക് പലയിടത്തും സ്ഥലം കിടപ്പുണ്ട്. എവിടെ കൊടുത്താലും അമ്മ മാറും. കാരണം ആറ്റിൽ വെള്ളം പൊങ്ങിയാൽ വെള്ളം കയറുന്നിടത്താണ് പുള്ളിക്കാരുടെ വീടിരിക്കുന്നത്. അപ്പൊ പുള്ളിക്കാരിക്ക് സേഫായിട്ട് മാറിയാൽ മതി. ഈ 5 കൊല്ലമായിട്ട് മുനിസിപ്പാലിറ്റിക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യമാണ്. വികസന സ്വപ്നങ്ങളെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ട്. ആ പാലം മാറിയ 4 വരി പാതയാകില്ല മൊത്തം. അത് മാത്രമാണ് അവിടെ ഇരിക്കുന്നത്. ബാക്കിയെല്ലാം നല്ല മനോഹരമായിട്ട്. അതെ, ഇവിടെ ഒന്നും നടക്കുന്നില്ല എന്ന് പറയുന്ന ആൾക്കാരെ നമ്മുടെ രാത്രിയിലെ നരിയമ്പാറ തൊട്ട് കട്ടപ്പന വരെ നടത്തിക്കണം. ഇരുവശവും ലൈറ്റ് ഇട്ട് എത്ര മനോഹരമാണ്. പകല് പോലെയാ കിടക്കുന്നത്. അത് ചെയ്തത് മന്ത്രിയല്ലേ. അന്നേരം ആ പാലം പൊളിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം മുനിസിപ്പാലിറ്റിക്ക് ഇല്ലായിരുന്നു. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ 20 ഏക്കർ ആശുപത്രിയുടെ അവിടെ ട്രാഫിക് ബ്ലോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര വാർത്ത. സംഭവം ശരിയാ, ഞാൻ പലപ്പോഴും അനുഭവിച്ചിട്ടുള്ള ആളാണ്. ഒരു ആംബുലൻസ് വരുന്ന സ്ഥിതിയിലാണ് ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിലുള്ള ആ രോഗിയെ 20 ഏക്കർ കൊണ്ടുവന്നിട്ട് നമ്മൾ മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്ന സമയത്താണെങ്കിലോ അവിടെ നിസ്സാരമായിട്ട് ചെയ്യാവുന്ന കാര്യമല്ലേ ഉള്ളത്. നമ്മൾ സ്വപ്നം കണ്ടിട്ട് കാര്യമില്ല, പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാനും പഠിക്കണം. അവിടെ പണിയുന്ന പുതിയ കെട്ടിടത്തിന്റെ മണ്ട പാർക്കിങ്ങിനായിട്ട് വാർത്തിടണമെന്നേ. ആ മേളിൽ ഇരിക്കുന്ന 2 ഇതിലുണ്ടല്ലോ അവരുടെ 2 ഓഫീസ്, അതും കൂടി പോളിച്ചു വേണം. ഓടിട്ട കെട്ടിടം, അത് പണ്ട് ഒരു 70 വർഷം 50 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള കെട്ടിടമാണ്. അതങ്ങ് പൊളിച്ചു കളയുക, എന്നിട്ട് മറ്റേ കെട്ടിടമായിട്ട് ചേർത്ത് പാർക്കുക. അടിയിലെ നിലയെ മേളത്തെ നിലയെ ആശുപത്രിയുടെ ആവശ്യം ഉപയോഗിക്കാം. അവിടെ കിടന്ന വണ്ടി ഒരു 50 വണ്ടി പാർക്ക് ചെയ്യാൻ കിട്ടിയല്ലേ, പിന്നെ അവിടെ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാവുമോ? ഒന്നും ഉണ്ടാവില്ല. ശരിയാണ്. അതുപോലെ തന്നെ മറ്റൊരു വിഷയത്തിലേക്ക് വരുമ്പോൾ, താങ്കൾക്കെതിരെ മത്സരിച്ച ജോയി ആനത്തോട്ടം, അദ്ദേഹം മികച്ച ഒരു പൊതുപ്രവർത്തകനാണ്. അദ്ദേഹം അത്ലറ്റിക് മാസ്റ്റേഴ്സ് അസോസിയേഷൻ എന്ന് പറയുന്ന അതിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആണ്. ഇന്നിപ്പം നെടുങ്കണ്ടത്ത് ഈ അത്ലറ്റിക് മീറ്റ് നടക്കും. മാസ്റ്റേഴ്സ് അത്ലറ്റിക് മീറ്റ് നടക്കുകയാണ്. അവിടെ ഒരു സിന്തറ്റിക് സ്റ്റേഡിയം ഉണ്ട്. അവിടെ നെടുങ്കണ്ടത്ത് മനോഹരമായിട്ട് സിന്തറ്റിക് സ്റ്റേഡിയം ഉണ്ട്. നമുക്ക് ഇവിടെ കട്ടപ്പനയിൽ അത്തരത്തിലൊരു സ്റ്റേഡിയോ അതിനെ കുറിച്ച് ചെയർമാൻ അതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം പറഞ്ഞ എന്തെങ്കിലും പറഞ്ഞായിരുന്നു? ഒന്നും പറഞ്ഞില്ല. പുള്ളിക്ക് പിന്നെ എന്ത് സ്വപ്നമായിരിക്കുന്നു? ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ മനോജ് സാർ വള്ളക്കടവിൽ 6 ഏക്കർ സ്ഥലം മേടിച്ച് ധാരണയായി സെന്റിന്റെ സ്ഥലത്തിന്റെ വില പറഞ്ഞെല്ലാം റെഡിയാക്കിയപ്പോൾ അന്നിരുന്ന വില്ലേജ് ഓഫീസറുടെ അടുത്ത് UDF-ന്റെ 3 നേതാക്കന്മാർ, ഇപ്പോഴും ഒരു UDF-ലുണ്ട്, UDF-ന്റെ 3 നേതാക്കന്മാർ എന്ന് പറഞ്ഞ് അവിടെ ആ സ്റ്റേഡിയത്തിന് സ്ഥലമെടുത്താൽ സ്ഥലത്തിന് വാല്യുവേഷൻ കൊടുത്താൽ സാറിനെതിരെ വിജിലൻസ് കേസ് കൊടുക്കണം. പേടിച്ചിട്ട് വില്ലേജ് ഓഫീസർ വാല്യുവേഷൻ കൊടുത്തില്ല. എന്നാൽ കലക്ടർ കൊടുക്കാൻ തയ്യാറായിരുന്നു. പിന്നെ അതിന്റെ പുറകെ പോകുന്നതിന് വേണ്ടി മനോജ് സാറ് ചെയർമാനായിരുന്ന ആൾക്ക് മനോജ് സാറ് പോകാൻ കാലാവധി ഇല്ലായിരുന്നു. പുള്ളി പറഞ്ഞതിന്റെ തലേദിവസം രാജിവെച്ചു പോയി. തൊട്ട് പുറകെ വന്ന ജോയ് സാർ അതിനുവേണ്ടി ശ്രമിച്ചില്ല. ജോയ് സാർ അതിനുവേണ്ടി ശ്രമിക്കുകയായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അന്ന് ആ സ്റ്റേഡിയത്തിന് സ്ഥലം എടുക്കാമായിരുന്നു. ഇപ്പൊ കട്ടപ്പനയിൽ അങ്ങനെ ഒരു സ്ഥലം എടുക്കാനുണ്ടെങ്കിൽ വെല്ലികണ്ടം മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ തവണ ഞങ്ങൾ അന്ന് തന്നെ ആ വന്ന ടൈമിൽ തന്നെ അന്ന് ചെയർപേഴ്സൺ നമ്മുടെ ബീന ജോബിയാണ്. അവിടുത്തെ വെല്ലികണ്ടത്തിലുള്ള ആളുകളെല്ലാം കൂടി സ്ഥലം വിൽക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ് എഴുതി അവരുടെ പട്ടയത്തിന്റെ കോപ്പി, കരമടച്ചിട്ട് സെന്റ് കോപ്പി എല്ലാം കൊണ്ട് മുനിസിപ്പൽ ഓഫീസിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ വേണമെങ്കിലും ആ സ്ഥലം മേടിക്കാം.
അത് അടുത്തൊരു ടേം ആകുമ്പോഴേക്കും അത് നടക്കൊന്നും തോന്നില്ല. കാരണം അവരതിന്റെ സൈഡിൽ കൂടി, ആ തോടിന്റെ സൈഡിൽ കൂടി MLA ഫണ്ട് കൊടുത്തു തോട് കെട്ടാൻ. അപ്പൊ ആ തോട് കെട്ടി അതിന്റെ 16 അടി വീതി വഴി വെട്ടി വരിക. വഴി വെട്ടി വന്നു കഴിഞ്ഞാൽ താഴെ വരെ വന്നു കഴിയുമ്പോൾ ആ സ്ഥലത്തിന്റെ ഇന്നുള്ള വാല്യുവേഷൻ ആയിരിക്കില്ല. അവിടെ പ്ലോട്ട് തിരിച്ച് സ്ഥലം വെക്കാൻ തുടങ്ങും ആളുകൾ. ഇപ്പൊ വീട് വെക്കുന്നതിന് സ്ഥലം മേടിക്കാൻ കണ്ടെത്താനൊന്നും പ്രശ്നമില്ല. അപ്പം ആ രീതിയിൽ അവിടെ ടൗണിന്റെ നടുക്കാണ്. കോളേജുണ്ട്, സ്കൂളുണ്ട്, പള്ളികളുണ്ട്, അമ്പലങ്ങളുണ്ട്. എല്ലാം കൊണ്ടും വലിയ കണ്ടം ഒരു നല്ല കൊമേഴ്സ്യൽ ഏരിയ ആയി മാറും. ഇപ്പം നോക്കിയാൽ, അതായത് ഒരു 2 വർഷത്തിനകം നോക്കിയാൽ, ചിലപ്പോൾ ഈ ഒരു വർഷം കൊണ്ടൊക്കെ നോക്കിയാൽ മുനിസിപ്പാലിറ്റിക്ക് ആ സ്ഥലം മേടിച്ചിടാൻ പറ്റും. അപ്പം ഞാൻ അങ്ങനെ സ്ഥലം മേടിച്ചിട്ടുണ്ട്, കണ്ടവാ അന്ന് മേടിച്ചിരിക്കും. ഇപ്പൊ മുനിസിപ്പാലിറ്റി ഇരിക്കുന്നത് കണ്ടത്തില. അതായത് ഒരാള് അത്രയും താഴ്ന്ന കണ്ടമായിരുന്നു. ആ കണ്ടത്തിലാണ് ഇപ്പൊ മുനിസിപ്പാലിറ്റിയുടെ ഓഫീസ് ഇരിക്കുന്നത്. അത് അന്ന് ദീർഘവീക്ഷണം ഉണ്ടായിരുന്നുണ്ട്. പാപ്പഞ്ഞണ്ട മേടിച്ചിട്ട സ്ഥലത്താണ് ഇരിക്കുന്നത്. ആ സ്ഥലം മേടിച്ചത് ആ സ്ഥലത്തിന്റെ പട്ടയം വെച്ചിട്ടാണ് അവിടെ കെട്ടിടം പണിത്. അതുപോലെ സ്ഥലം മേടിക്കുന്നതിന് നമുക്ക് ഇവിടെ പട്ടയം വെക്കാം. നമുക്ക് ലോൺ തരാൻ ആളുകളുണ്ട്. മുനിസിപ്പാലിറ്റിക്ക് വരുമാനം ഉണ്ടല്ലോ തിരിച്ചടയ്ക്കാൻ. അപ്പൊ അത് ഗവൺമെന്റ് ആശുപത്രിക്ക് സ്ഥലം മേടിക്കാൻ ഒരു പൈസ ഇല്ലെന്നാ പറയുന്നത്. ഗവൺമെന്റ് ആശുപത്രിക്ക് സ്ഥലം മേടിക്കണമെങ്കിൽ ഇത് തന്നെ ചെയ്യാം. നമ്മുടെ ഏതെങ്കിലും ഒരു ആസ്തി അപ്പൊ ആ പട്ടയം വെക്കുന്നു, മുനിസിപ്പാലിറ്റി അടച്ചു തീർത്താൽ മതി. ഇതിപ്പോ നമുക്ക് തന്നെ ഇതെല്ലാം ചെയ്യണമെന്നുണ്ടോ? പാപ്പഞ്ഞാൻ അന്ന് ചെയ്തതിന്റെ സുഖം പാപ്പഞ്ഞാണോ അനുഭവിച്ചത്? നമ്മളല്ലേ അനുഭവിക്കുന്നത്. അപ്പം നമ്മൾ ചെയ്തിട്ട് ഇത് എന്റെ പടം മാത്രമേ വരാവുള്ളൂ എന്നുള്ള ചിന്തയൊന്നും പൊതുപ്രവർത്തനം കൊള്ളത്തില്ല. വരുന്ന തലമുറയെ കൂടി ചിന്തിക്കണം. ഇപ്പൊ മുനിസിപ്പൽ ചെയർമാനായിട്ട് ജോയി സാറോ ഉളമ്പള്ളിയോ ഇപ്പം മനോജ് സാറോ ഒക്കെ ഇരിക്കുന്നാലും അന്ന് ആ സ്ഥലം മേടിച്ചിട്ടത് VT സെബാസ്റ്റ്യനാണ്. ഇപ്പൊ നമ്മുടെ പാർക്കടവിൽ ഇവിടെ വെട്ടുകടകവിലേക്ക് പോകുന്ന വഴിക്ക് പേടുങ്കവലയിൽ ഷെൽട്ടർ ഹോം പണിയുന്നു. അത് തോമസ് ജോസഫ് സാർ മേടിച്ച സ്ഥലത്താണ്. തോമസ് ജോസഫ് സാർ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ വളവന ദേവസ്വനോട് മേടിച്ച സ്ഥലമാണ്. ആ സ്ഥലത്താണ് ഇപ്പൊ ഷെൽട്ടർ ഹോം പണിയുന്നത്. അത് അന്ന് മേടിച്ചില്ല, ഇന്ന് മേടിക്കാൻ ചെന്നാൽ കിട്ടും അവിടെ സ്ഥലം. വിസ്മരിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ്. അല്ല, അതെ, ഇത് ഞാൻ പറഞ്ഞത് അങ്ങനെ ചിന്തിക്കുന്ന പൊതുപ്രവർത്തനം വേണമെന്നേ. എന്റെ പണം മാത്രമല്ല ചിന്തയ്ക്കകത്ത് വേണ്ടത്. ഇപ്പൊ ഞാൻ ഇറങ്ങിപ്പോരുമ്പോ എന്റെ വാർഡിൽ 1 കോടി രൂപയുടെ പദ്ധതി പൂർത്തീകരിക്കാനുണ്ട്. ടെൻഡറായി ഇപ്പൊ ഞാൻ പറയാം അത് ചെയ്യണ്ടെന്ന് പറയാൻ പറ്റുമോ? എനിക്ക് പറ്റില്ല. അല്ലെങ്കിൽ എന്റെ പണം അവിടെ വെക്കത്തില്ല. ഞാൻ കൗൺസിലറെ വിളിച്ചു, ഇന്ന കേസിൽ ഇന്നത് ചെയ്യണം കേട്ടോ, ഇന്നതെല്ലാം ഇത്ര എത്തിയിട്ടുണ്ട്. ആ പേപ്പറെല്ലാം കൊടുത്തു. അവിടെ പണി തുടങ്ങിപ്പിച്ചു നമ്മള്. അതായത് നമ്മുടെ വിപിൻ സാറിന്റെ ഒക്കെ വീണ്ടും വായിക്കൂടി കിടക്കുന്ന റോഡ് 30 ലക്ഷം രൂപ മന്ത്രി തന്നു. അതായത് ഡോൺ ബോസ്കോ മാനാന്തരം പടി പതിനമടം VK സോമന്റെ വീണ്ടടി വശം അവിടം വരെയുണ്ട്. 30 ലക്ഷം രൂപയാണ്. അങ്കൻവാടി 33 ലക്ഷം രൂപയാണ്. അതിന്റെ ഒരു ശകലം പേപ്പർ വരാൻ താമസിച്ചു. ആ പേപ്പർ വന്ന് എല്ലാം കൊടുത്തു. 33 ലക്ഷം രൂപയാണ്. പിന്നെ അപ്പൊ തന്നെ 66 ലക്ഷം രൂപയായി. ഈ റോഡുകളുടെ വികസനത്തെ കുറിച്ച് പറയുമ്പോൾ ഈ പ്രത്യേകിച്ച് ഒരു നാടിന്റെ വികസനം എന്ന് പറഞ്ഞാൽ എനിക്ക് ആദ്യം നമ്മുടെ ആളുകൾക്കിടയിലേക്ക് വരുന്ന റോഡാണ്. ഇപ്പൊ മുമ്പ് പറഞ്ഞ പോലെ തന്നെ മലയോര ഹൈവേ നമുക്ക് കാണുകയാണല്ലോ ആ വികസനം. നമ്മളതിൽ യാത്ര ചെയ്യുകയാണല്ലോ, നമ്മളതിന്റെ സുഖം അനുഭവിക്കുകയാണല്ലോ. അപ്പോ ഈ കട്ടപ്പന നഗരസഭയിലേക്ക് വരുമ്പോൾ എനിക്ക് തോന്നുന്നു കട്ടപ്പന നഗരസഭയുടെ മൂക്കിന് കീഴെ അമർജവാൻ റോഡ് എന്ന് പറയുന്ന റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലമായി. അവിടെ 2-3 മറ്റേ ടാറിംഗ് വീപ്പകളൊക്കെ വെച്ചിട്ടുണ്ട്, ഇങ്ങോട്ട് ഇടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. ടാറിംഗ് വീപ്പകളൊക്കെയാണ് റോഡിൽ വെച്ചിരിക്കുന്നത്. അല്ല, ഞാനത് പറഞ്ഞു തീർന്നോട്ടെ. അപ്പൊ ടാറിംഗ് വീപ്പകൾ വെച്ചിരിക്കുന്നു. അതുപോലെ തന്നെ കുറെ അധികം സ്ഥലങ്ങളിൽ കുണ്ടും കുഴിയായി കിടന്ന സ്ഥലമുണ്ട്. എനിക്ക് തോന്നുന്നു ഏറ്റവും അവസാനം വ്യാപാരി വ്യവസായി സമിതി പോലും സമരം നടത്തി. വ്യാപാരി വ്യവസായ സമിതിയുടെ മജീഷും ആൽവിനും ഒക്കെ കൂടി നഗരസഭയുടെ അവിടെ പന്തൽ കെട്ടി സമരം നടത്തി. അപ്പം അങ്ങനെ വ്യാപാരികളൊക്കെ ഇറങ്ങേണ്ടതായിട്ട് വന്നു. അത്തരത്തിൽ ഒരു റോഡ് വികസനത്തിനെ പറ്റിയാണ് ഞാൻ ചോദിക്കാനുള്ളത്. ഈ മുനിസിപ്പാലിറ്റിയുടെ നിങ്ങളൊക്കെ അതുവഴിയാണല്ലോ യാത്ര ചെയ്ത് ഈ കൗൺസിൽ യോഗത്തിന് പോകുന്നത്. ഇതേ ശരിക്കും പറഞ്ഞാൽ നാണക്കേടെന്ന് പറഞ്ഞാൽ ഇതിപ്പോ ഒരു നാണക്കേടില്ല. കാരണം ഇപ്പൊ ഞാനും അതിനകത്ത് ഉത്തരവാദിയാണ്. കാരണം ഞങ്ങൾ 35 പേരും കഴിഞ്ഞ ടൈമിലിരുന്ന് 34 പേരും ഇപ്പൊ ഇരിക്കുന്ന 35 പേരും. ഇപ്പൊ ഇരിക്കുന്നവരോട് പറയാൻ പറ്റില്ല, എന്നാൽ പോലും കഴിഞ്ഞ പ്രാവശ്യം 34 പേരും അതിനകത്ത് ഉത്തരവാദികളാണ്. ഇത്രയും നാണം കെട്ടിയ ഒരു സ്ഥിതി. നിങ്ങൾ അതുവഴിയാ ഞാൻ പറഞ്ഞ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും അങ്ങോട്ട് പോകുന്നത് അതുവഴിയാണ്. അത് മനോജ് സാർ ചെയർമാൻ, അതായത് 2015 പ്രളയത്തിനാണ് സാധനം പോകുന്നത്. പോയി കഴിഞ്ഞ് മനോജ് സാർ അതിന് പൈസ വെച്ചതാണ്. പൈസ വെച്ച് അത് കെട്ടുന്നതിന് വേണ്ടി പൈസ എല്ലാം കിട്ടി. വന്നു കഴിയുമ്പോൾ പദ്ധതി മാറ്റി. ജോയി സാറ് ചെയർമാനായി കഴിയുമ്പോൾ പദ്ധതി മാറ്റി. അവിടെ ഷോപ്പിംഗ് കോംപ്ലക്സ് കൂട്ടി പണിയാൻ തീരുമാനിച്ചു. അപ്പം പൈസ തികയാതെ വന്നു. എന്നാൽ ഈ ഷോപ്പിംഗ് കോംപ്ലക്സ് കൂട്ടി പണിയാന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അന്നേരമാണ് പുതിയ ഐഡിയ ഇൻഡോർ സ്റ്റേഡിയം അവിടെ പണിയാം, അതിന്റെ കൂടെ ഇത് പണിയാന്ന് പറഞ്ഞു. ഇൻഡോർ സ്റ്റേഡിയം കട്ടപ്പനയിൽ ആവശ്യമാണ്, പക്ഷെ അവിടെ അത് ആവശ്യമില്ല. ഇൻഡോർ സ്റ്റേഡിയം ഇല്ല, ഷോപ്പിംഗ് കോംപ്ലക്സും ഇല്ല, റോഡും ഇല്ല, ഒന്നുമില്ല. അതായത് നമുക്ക് അതിനകത്ത് ചെയ്യാൻ പറ്റുന്നത് എന്ന് പറയുന്നത് ആ റോഡിന്റെ സൈഡ് ഏറ്റവും അടിയന്തരമായിട്ട് കെട്ടണം. അത് ഈ നമ്മുടെ ഈ 35 പേരുടെ ഉത്തരവാദിത്വമാണ്.
ഇല്ലെങ്കിൽ അത് ഭയങ്കരമായ ഒരു നാണക്കേടിലേക്ക് എത്തും. കാരണം എല്ലാ ദിവസവും പോകുന്നിടത്ത് വള്ളി കെട്ടി നിർത്തിയിരിക്കുകയാണ്. അത് വള്ളി കെട്ടി നിർത്തിയിരിക്കുക. ഇന്നും അതിലാണ് ഞാൻ വന്നത്. അപ്പൊ ഇന്നും അവിടെ വള്ളി കെട്ടി നിർത്തിയിരിക്കുക. അതൊരു നാണംകെട്ട ഏർപ്പാട് തന്നെയാണ്. ഏറ്റവും UDF-നൊക്കെ വോട്ട് ചെയ്യുന്ന ആൾക്കാർ ഇവരോട് ചോദിക്കണമെന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾ ഈ 10-25 കൊല്ലമായിട്ട് ഇവിടെ തുടർ ഭരണം നടത്തി, എന്നിട്ട് ഇവിടെ എന്താ ചെയ്തതെന്ന് ചോദിക്കണ്ടേ ഇവര്? ഞാൻ ചോദിക്കുന്ന പാപ്പൻചേട്ടനും സാറും അപ്പൻചേട്ടനും ഒക്കെ ഉണ്ടാക്കിയത്, പിന്നെ PC മാത്യു. അപ്പൊ പുള്ളി രാഷ്ട്രീയമൊക്കെ വേറെ ആയിരിക്കാം, പൊതുരംഗത്തൊക്കെ വിട്ടു നിൽക്കുകയായിരിക്കും. പക്ഷെ പുള്ളിയെ മറക്കാൻ പറ്റത്തില്ല. കാരണം പുള്ളി ഇരുന്ന കാലത്താണ് LDF-ന്റെ നേതൃത്വത്തിൽ പുതിയ സ്റ്റാൻഡും ഈ നമ്മുടെ IHRDക്ക് 7 ഏക്കർ സ്ഥലം വാഴവരെ മേടിച്ചതൊക്കെ പുള്ളിയുടെ കാലത്താണ്. ഓക്കെ, ഞാനതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കിടക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കലേക്ക് എത്തുന്നു. ഇടുക്കിയിൽ റോഷി അഗസ്റ്റിൻ തന്നെ മത്സര രംഗത്തുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത് പാർട്ടി ചെയർമാനും പാർട്ടി ലീഡറും തീരുമാനിക്കേണ്ട പറയേണ്ട കാര്യമല്ല. 5 മണ്ഡലങ്ങളിലും 5 മണ്ഡലങ്ങളിലും LDF-ന്റെ വിജയം ഉറപ്പാക്കുവാനായിട്ട് കേരള കോൺഗ്രസിന്റെ ഞങ്ങളുടെ സജീവമായ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ഞങ്ങള് ഇലക്ഷന്റെ എല്ലാ കാര്യങ്ങളും, അതായത് വോട്ടേഴ്സ് ലിസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ ഞങ്ങൾ പഠിച്ച് പരിശോധിച്ച് അതിനകത്ത് വേണ്ട ക്രമീകരണങ്ങൾ 23-ാം തീയതി വരെ സമയമുണ്ട്. ജനുവരി 21. അതിന് മുമ്പായിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ ഞങ്ങൾ ചെയ്യും. ഇപ്പം ഒഴിവാക്കുന്ന ആളുകളെ ലിസ്റ്റ് എടുത്തിട്ടുണ്ട് BLO-മാർ. അവരത് മിക്കവാറും ഉള്ള വാർഡിൽ 10-90 ആൾക്കാരെ ഹിയറിങ്ങിന് വിളിക്കുന്നുണ്ട് ഓരോ ബൂത്തിലും. അപ്പൊ ആ ഹിയറിങ്ങിന് വിളിക്കുന്ന ആൾക്കാരെ ലിസ്റ്റ് നമ്മളെടുത്തിട്ട് ആൾക്കാർ ഉള്ളതാണോ ഇല്ലാത്തതാണോ നമ്മൾ വെരിഫിക്കേഷൻ ചെയ്യും. പാർട്ടി വെരിഫിക്കേഷൻ ചെയ്ത് മുന്നണിയായിട്ട് ഇരുന്ന് ചർച്ച ചെയ്ത് അതിനുവേണ്ട ക്രമീകരണങ്ങൾ മുഴുവൻ ഉണ്ടാകും. അപ്പോൾ ഏതായാലും തീർച്ചയായും കട്ടപ്പനയുടെ വികസനവുമായി ബന്ധപ്പെട്ട് കട്ടപ്പനയുടെ വികസന കാര്യത്തിലൊക്കെ വേണ്ട പിന്തുണ നൽകിക്കൊണ്ടും, അതിനോടൊപ്പം തന്നെ ഇപ്പൊ കട്ടപ്പന നഗരസഭയിൽ ഭരണസമിതി എന്തെങ്കിലുമൊക്കെ അഴിമതിയോ കെടുകാര്യസ്ഥതയോ ഒക്കെ കാണിച്ചാൽ തീർച്ചയായിട്ടും ഒരു വലിയ പ്രതിപക്ഷമായി ശബ്ദമുയർത്താൻ കഴിയുന്ന, അതിനെ എതിർക്കാൻ കഴിയുന്ന ആർജവമുള്ള ഒരു പ്രതിപക്ഷമായി തുടരാനും കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു.